ഹലോ അസ്സലാമു അലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു നേന്ത്രപ്പഴം വെച്ചിട്ട് പായസം തയ്യാറാക്കുന്നതാണ്. അതായത് നേന്ത്രപ്പഴ പ്രഥമൻ എന്നൊക്കെ പറയും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ് കേട്ടോ. ഈ വിഷു ഒക്കെ അല്ലേ വരുന്നത്. അപ്പോൾ ഈ വിഷുവിന് നേന്ത്രപ്പഴമൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് പായസം തയ്യാറാക്കി നോക്കിയാൽ മതി. നല്ല ടേസ്റ്റാണ്, എളുപ്പത്തിൽ തയ്യാറാക്കാനും പറ്റും. അപ്പോൾ എങ്ങനെ ഇത് തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. വീഡിയോ മുഴുവനായിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു പായസം തയ്യാറാക്കാനായിട്ട് മെയിനായിട്ട് വേണ്ടത് നേന്ത്രപ്പഴം തന്നെയാണ്. അപ്പോൾ നല്ല പഴുത്തിട്ടുള്ള ഒരു 4 നേന്ത്രപ്പഴമാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. ചെറിയ നേന്ത്രപ്പഴമാണിത്, അതുകൊണ്ടാണ് ഞാൻ 4 എടുക്കുന്നത്. ഇനി വലുതാണെങ്കിൽ 2 മതിയാവും. ഇനി ഇത് ചെറിയ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. നേന്ത്രപ്പഴം എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അത്യാവശ്യം നല്ല രീതിയിൽ പഴുത്ത പഴം തന്നെ എടുക്കുക കേട്ടോ. തൊലിയൊക്കെ കറുത്തിട്ടുള്ള ഒരു പഴം ഉണ്ടല്ലോ, അതാണെങ്കിൽ ഏറ്റവും നല്ലതാട്ടോ. നല്ല സോഫ്റ്റായിട്ട് കിട്ടും നമ്മളിത് വഴറ്റിയെടുക്കുന്ന ഒരു സമയത്ത്. അപ്പോൾ ഇതുപോലെ ഞാൻ മുറിച്ചെടുക്കുന്നത് കേട്ടോ. 4 ആക്കിയിട്ട് മുറിച്ചിട്ട് ചെറിയ രീതിയിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. നല്ല പഴുത്ത പഴമാണെങ്കിൽ നല്ല മധുരം ഉണ്ടാവും. അപ്പോൾ നമുക്കതിനനുസരിച്ച് ശർക്കരയൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി. നേന്ത്രപ്പഴം വെച്ചിട്ട് പായസം ഉണ്ടാക്കാൻ വളരെ കുറഞ്ഞ സമയം മതി കേട്ടോ. പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതാ ഇതുപോലെ ഞാൻ ബാക്കിയുള്ളതും മുറിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ പഴം മുഴുവനായിട്ട് ഞാനിവിടെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിവിടെ മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ശർക്കരപ്പാനിയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 4 അച്ച് ശർക്കര മെൽറ്റാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 3/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ തിളപ്പിച്ച് കുറുക്കിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ശർക്കരയൊക്കെ ഒന്ന് മെൽറ്റായി കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ അതാ നല്ല തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അടുത്തതായിട്ട് ഇതുപോലെ ഒരു പാത്രം സ്റ്റൗവിൽ വെച്ചിട്ട് നല്ലപോലെ ചൂടായതിൻ്റെ ശേഷം അതിലേക്ക് 1 ടീസ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുക്കുക. 1-2 ടീസ്പൂൺ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന നേന്ത്രപ്പഴം ഉണ്ടല്ലോ, അതിട്ട് കൊടുക്കുക. ഇനി ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. 1 മിനിറ്റ് അങ്ങനെ ചെയ്തതിന് ശേഷം പിന്നെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. നല്ല രീതിയിൽ തന്നെ വെന്ത് കുഴഞ്ഞ് കിട്ടണം. ആ ഒരു രീതിക്ക് നമുക്കിത് ആക്കിയെടുക്കണം. ഇനി നെയ്യില്ലെങ്കിൽ നിങ്ങൾക്ക് വെളിച്ചെണ്ണയിലും ഇത് വഴറ്റിയെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണയുടെ ഒരു ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ പായസമൊക്കെ തയ്യാറാക്കുമ്പോൾ പ്രത്യേകിച്ച് നെയ്യിൽ തന്നെ ഇതൊന്ന് വഴറ്റിയെടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ നേരത്തെ 1 ടീസ്പൂൺ നെയ്യ് മാത്രം കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി 1 ടീസ്പൂണും കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ ഇളക്കി കൊടുത്തിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം. എന്നാലേ നല്ലപോലെ സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. അതുപോലെ തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും. അടച്ച് വെക്കാതെ ആകുമ്പോൾ ഇത് സോഫ്റ്റായിട്ട് വരില്ല. അടച്ച് വെച്ചിട്ടാണെങ്കിൽ പെട്ടെന്ന് സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഒരു 2 മിനിറ്റോളം നമുക്ക് ഇതുപോലെ അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അത് 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെന്തിട്ടുണ്ട്. അപ്പോൾ ചെറുതായ രീതിയിൽ ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചുകൊണ്ടാണ് കേട്ടോ ഒരു സൈഡ് കളർ മാറിയിട്ടുള്ളത്. അപ്പോൾ ഫ്ലെയിം നല്ല പോലെ കുറച്ച് വെക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കുക. പഴം നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഉടച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഒന്നും കൂടി ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ഒരു 1/2 കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. സാധാരണ പച്ചവെള്ളം തന്നെയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. നമ്മൾ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ആക്കിയതിൻ്റെ ശേഷം ഒന്ന് അടച്ച് വെച്ചിട്ട് വീണ്ടും ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. കൂടുതലായിട്ട് ഒഴിച്ച് കൊടുക്കരുത്. 1/2 കപ്പ് മാത്രം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്ത് ഒരു 2 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ കേട്ടോ കുക്ക് ചെയ്തെടുത്തത്. നല്ലപോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇതേ രീതിയിലാക്കിയെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കരപ്പാനി തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഒഴിച്ചു കൊടുക്കാം. അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും അതിൽ കരടൊക്കെ ഉണ്ടാവും. ഇനി ശർക്കര പൊടിയാണെങ്കിലും കുഴപ്പമില്ല. ഏകദേശം ഒരു 3/4 കപ്പോളം ചേർത്ത് കൊടുത്താൽ മതി. ശർക്കരപ്പാനി ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുക്കുക, എന്നിട്ട് യോജിപ്പിച്ചെടുക്കുക കേട്ടോ. മുഴുവനായിട്ട് ഒപ്പം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് യോജിച്ച് വരാൻ ബുദ്ധിമുട്ടായിരിക്കും. പഴത്തിൽ നല്ലപോലെ ഒന്ന് യോജിപ്പിച്ച് വരണം ആദ്യം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക. എന്നിട്ട് ബാക്കി ഒഴിച്ചു കൊടുക്കുക. ഞാൻ 3 തവണയായിട്ടാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഈ പാനിൽ വെച്ചിട്ട് തന്നെ തവി വെച്ചിട്ട് ഇങ്ങനെ ഉടച്ചെടുത്തുകൊണ്ട് തന്നെ ചെറിയ ചെറിയ പീസുകളൊക്കെ ഉണ്ടാവും കേട്ടോ പഴത്തിൻ്റെ. അപ്പോൾ നമ്മൾ ഈ പായസം കുടിക്കുന്ന സമയത്ത് ഇടയിൽ ഇങ്ങനെ കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വേണ്ടാന്നുണ്ടെങ്കിൽ നമ്മൾ പഴം വാട്ടിയതിൻ്റെ ശേഷം അത് നല്ലപോലെ തണുത്തിട്ട് അത് മിക്സിയിലൊന്ന് അടിച്ചെടുക്കുക കേട്ടോ. നല്ല പേസ്റ്റാക്കിയിട്ട് അടിച്ചെടുക്കുക. എന്നിട്ട് ഇതുപോലെ ശർക്കരപ്പാനി ഒഴിച്ചിട്ട് യോജിപ്പിച്ചെടുത്താൽ മതി. ഇപ്പോൾ ഞാൻ 2 തവണ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അത് നല്ലപോലെ യോജിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളതും കൂടി നമുക്ക് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മധുരം വേണം. പഴം നല്ല മധുരമുണ്ട്. പിന്നെ അതിനനുസരിച്ച് നമുക്ക് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കുക.
അപ്പോൾ അത് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. എന്നിട്ട് കുറച്ച് കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ നമുക്കൊന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ ഇതിൽ കുറച്ച് അധികം ഉണ്ട്, വെള്ളം പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് കട്ടിയാക്കിയിട്ട് എടുക്കണം. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നമുക്ക് ഇതൊന്ന് വറ്റിച്ചെടുക്കാം. നമ്മൾ ശർക്കരപ്പാനി തയ്യാറാക്കുമ്പോൾ 1/2 കപ്പ് മുതൽ 1/4 കപ്പ് വരെ ചേർത്ത് കൊടുത്താൽ മതി. അതിൽ കൂടുതൽ ചേർത്ത് കൊടുക്കരുത്. 1/4 കപ്പ് തന്നെ വെള്ളം ഞാൻ ഇവിടെ ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് കൂടുതൽ ലൂസായിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് വറ്റിച്ചെടുക്കേണ്ടി വരും. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു 1/2 ടീസ്പൂണോളം ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഏലക്കപ്പൊടി എന്തായാലും ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ നേന്ത്രപ്പഴത്തിൻ്റെ പായസം ആയതുകൊണ്ട് നമ്മൾ ചേർത്ത് കൊടുക്കാതിരിക്കരുത്. അത് ചേർത്ത് കൊടുത്താലേ നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഏകദേശം 1 ടീസ്പൂണും കൂടി നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഈ ഒരു സമയത്ത് നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ പായസത്തിന് കിട്ടുന്നത്. ഇപ്പോൾ അത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇത് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പാക്കറ്റ് പാലാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് തേങ്ങാപ്പാൽ വേണമെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം. ഒന്നും കൂടെ ടേസ്റ്റ് തേങ്ങാപ്പാൽ ചേർക്കുമ്പോഴാണ്. തേങ്ങാപ്പാലാണെങ്കിൽ 3-ാം പാൽ ആദ്യം ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ തിളപ്പിച്ച് ഒന്ന് വറ്റിച്ചെടുക്കുക. എന്നിട്ട് അതിന് ശേഷം 2-ാം പാൽ ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാവുന്ന ആ ഒരു സമയത്ത് 1-ാം പാൽ ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ഞാൻ ആദ്യം 1 കപ്പ് പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം. എന്നിട്ട് അതിൻ്റെ ബാക്കി പിന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതിലാകെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് 2 കപ്പ് പാലാണ്. അപ്പോൾ 2 കപ്പ് പാൽ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലപോലെ ഇളക്കിയിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക. പാലൊന്ന് വെന്ത് വരണം. പിന്നെ നല്ല കട്ടി പാലാണ് കേട്ടോ. വെള്ളം ഒട്ടും ചേർക്കാത്ത പാലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പാല് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം കേട്ടോ. അതായത് ഇത് തിളക്കുന്നത് വരെ നമുക്ക് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ശർക്കര ആയതുകൊണ്ട് ചിലപ്പോൾ പാൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ ചെറിയ രീതിയിൽ ഇങ്ങനെ പിരിഞ്ഞു വരും. ഇപ്പോൾ അത് നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 2-3 ടേബിൾ സ്പൂണോളം മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് കൊടുക്കുമ്പോഴാണ് പായസത്തിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ ഇളക്കിക്കൊണ്ട് ഇരിക്കുക കേട്ടോ, അല്ലെങ്കിൽ അത് അടിക്ക് പിടിക്കും. മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അത് ഒന്ന് ജസ്റ്റ് ഒന്ന് യോജിപ്പിച്ചെടുത്താൽ മാത്രം മതി. അപ്പോൾ അതാ മിൽക്ക് മെയ്ഡൊക്കെ ചേർത്തിട്ട് നല്ലപോലെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഇത്രയും തിക്കിലാണ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി പാല് ചേർത്തിട്ട് ലൂസാക്കി എടുക്കുക. ഇനി ഇത് തണുത്ത് കഴിയുമ്പോൾ ഒന്നും കൂടി ഒന്ന് തിക്കായിട്ട് വരും. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്താണ് മൂപ്പിച്ചിടേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 1 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലപോലെ ഒന്ന് കളർ മാറുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഈ ഒരു തേങ്ങാക്കൊത്തിന് പകരം നിങ്ങൾക്ക് കാഷ്യൂനട്ട് വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ തേങ്ങാക്കൊത്ത് മാത്രമാണ് കേട്ടോ, പഴയ രീതിയിലാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ തേങ്ങാക്കൊത്ത് മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെയൊക്കെ അളവ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് മാത്രമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ കളറൊക്കെ മാറിയിട്ടുണ്ട്. നമുക്കിത് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആ ചൂടോടുകൂടെ തന്നെയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയുള്ളൂ, പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല കിടിലൻ ടേസ്റ്റ് ആയിട്ടുള്ള നേന്ത്രപ്പഴം വെച്ചിട്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു പായസമാണ് കേട്ടോ. ഇനി നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. ചെറുതായിട്ട് പായസം തണുത്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും തന്നെ ഇതുപോലെ തിക്കായി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി ലൂസ് വേണമെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ചും കൂടി പാലൊഴിച്ചിട്ട് ഒന്ന് ലൂസായിട്ട് ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. പ്രഥമനൊക്കെ ആകുമ്പോൾ ഇതുപോലെ വേണം നമ്മൾ തയ്യാറാക്കിയെടുക്കാനും. ഈ ഒരു വിഷുവിന് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക കേട്ടോ. ഇത്രയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ അറിയിക്കുക.